നടരാജ ഞാൻ ഇറങ്ങി. എല്ലാവരും അവിടെ പാർട്ടി ഓഫീസിൽ അവിടെ വരാൻ പറ കേട്ടാ. നിന്റെ കമ്മീഷണർ ഉണ്ടോ അവിടെ? അതെ, നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന്. അയ്യോ, നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് അവൻ മല മറിച്ചിട്ട് വന്നിടന്ന് ഉറങ്ങിയിരിക്കും. എന്താന്നാ എൻ്റെ ലില്ലിമോളെ, അവനും അവൻ്റെ പോലീസുകാരും കൂടെ ഞങ്ങളുടെ പാർട്ടിയിലെ ഒരു അണിയെ ഇന്നലെ പൊക്കി അകത്തിട്ടൊക്കെയാണ്. നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവണില്ലേ? അല്ല, വെറുതെ പിടിച്ചാണ്. ഒരു കാര്യമില്ല, അവർ പാവപ്പെട്ട നിഷ്കളങ്കനായ ചെറുക്കനാണ്. DDT പാർട്ടിയും പാർട്ടിയുടെ അണികളും തൊട്ട് കളിക്കുന്ന അവനെ നല്ലതിനല്ല. എന്തെങ്കിലും കാര്യം ഉണ്ടാവത്തില്ലേ ക്ലീറ്റോ ചേട്ടാ? എന്ത് കാര്യം? ഒരു കാര്യമില്ല, അവര് പാവം ചെറുക്കനാണ്. ഓ, പോലീസുകാരൻ ഇവിടെ ഉണ്ടായിരുന്നു അല്ലേ? ഒന്നും അറിഞ്ഞൂടല്ലേ? ഞാൻ ഒരു കാര്യം പറയാം. DDT പാർട്ടിയോടുള്ള കളി നിന്റെയൊക്കെ നല്ലതിനല്ല കേട്ടാ. ആരെന്ത് ചെയ്തെന്നാ? ഇന്നലെ രാത്രി ഞങ്ങളൊരു ചെറുക്കനെ നിങ്ങൾ പൊക്കി അകത്തിട്ടൊക്കെയല്ലേ? അത് നിങ്ങളുടെ പാർട്ടിക്കാരന് കരുതിട്ട് പിടിച്ചല്ലത്. പിന്നെ അവനെ കല്യാണം ആലോചനയ്ക്ക് കൊണ്ടുപോയത്. എടി, ഇന്നലെ കമ്മീഷണറുടെ നേതൃത്വത്തിൽ കോളനി റെയ്ഡ് ഉണ്ടായിരുന്നു. ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരെ പൊക്കുന്ന കൂട്ടത്തില് ഇവരുത്തരം ഓടി നമ്മൾ ഓടിച്ചിട്ട് പിടിച്ച് അടുത്ത് അകത്തോണ്ടിട്ടുണ്ട്. അയ്യോ, ഒരുത്ത ഓടി ഉടനെ നിങ്ങൾ പിടിച്ച് അങ്ങ് അകത്തിടേ. പോലീസുകാരൻ പറഞ്ഞ അങ്ങനത്തെ നികൃഷ്ട ജീവികളല്ലേ? പിന്നെ അങ്ങനെ ആരാണ്? എവനെങ്കിലും ഒരു നല്ല പോലീസുകാരുണ്ടോ? എല്ലാം കുഴപ്പക്കാരല്ലേ? ആളുകൾ ഓടില്ല, സാധാരണക്കാർക്ക് പേടിയാണ്. നീ കിടന്ന് വളവള സംസാരിക്കാതിരിക്കേ. അവൻ തെറ്റിയിട്ടുണ്ടെങ്കിൽ അവൻ ശിക്ഷിക്കപ്പെടും. നീ DDT പാർട്ടിയെ കളിച്ചു കഴിഞ്ഞാണ്ടല്ലോ ഒരു പോലീസുകാരുടെ കൂടെ കാലിൽ നടക്കുമെന്ന് വിചാരിക്കണം.